നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ബാഴ്സ ക്ലബിനെതിരെയും അവരുടെ താരങ്ങളായ റോബർട്ട് ലെവൻഡോസ്കി, ലാമിൻ യമാൽ എന്നിവർക്കെതിരെയും അവരുടെ കോച്ചായ അൻസി ഫ്ലിക്കിനെതിരെയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റിനെതിരെയും യുവേഫ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സമയത്ത് നടന്ന സംഭവങ്ങൾക്കാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. നോക്കാം നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ശിക്ഷ നടപടിയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന്. ലാമിൻ യമാലിനും റോബർട്ട് ലെവൻഡോസ്കിക്കും 5000 യൂറോസാണ് ഫൈൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം അവർ ആൻറ്റി ഡോപ്പിംഗ് റെഗുലേഷൻസ് ബ്രീച്ച് ചെയ്തു എന്നുള്ളതാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ അവസാന മത്സരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അവർ ഏറ്റുമുട്ടിയിരുന്നത് ഇന്റർ മിലാനുമായിട്ടായിരുന്നു. ആ കളിയിൽ അവർ തോറ്റു പുറത്തായി. അതിന് ശേഷം ആൻറ്റി ഡോപ്പിംഗ് റെഗുലേഷൻ അവർ വയലേറ്റ് ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഗവേണിംഗ് ബോഡി പറയുന്നത് ഇതാണ്: ബാഴ്സലോണ ഡിയോ ഫെയിൽഡ് ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഡോപ്പിംഗ് കൺട്രോൾ ഓഫീസർ. അവിടുത്തെ ഡോപ്പിംഗ് കൺട്രോൾ ഓഫീസറുടെ ഇൻസ്ട്രക്ഷൻസ് ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ല. കളി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഡോപ്പിംഗ് കൺട്രോൾ സ്റ്റേഷനിലേക്ക് എത്തണം. അതാണ് നിയമപ്രകാരം വേണ്ടത്. അതിൽ അവർ വീഴ്ച വരുത്തി. അതുകൊണ്ട് അവർക്കൊരു സ്മോൾ ഫൈൻ കൊടുക്കുന്നു. ഫ്ലിക്കിനെതിരെയും നടപടി വന്നിട്ടുണ്ട്. അത് കുറച്ച് വലിയ തുകയാണ്. 20,000 യൂറോയാണ് ഫ്ലിക്കിനെതിരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫൈൻ എന്ന് പറയുന്നത്. കൂടാതെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വിലക്കും കൊടുത്തിട്ടുണ്ട്. യുവേഫ ക്ലബ് കോമ്പറ്റീഷനുകളിൽ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വിലക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതും ഈ സെയിം മാച്ചിലുണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ്. ജർമ്മൻ കോച്ച് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതിന് പറയുന്നത് ബ്രീച്ചിങ് ദി ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട് ആൻഡ് വയലേറ്റിംഗ് ബേസിക് റൂൾസ് ഓഫ് ഡീസൻറ്റ് കണ്ടക്ട്. ആ കളിയിൽ അദ്ദേഹം ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡീസൻറ്റ് കണ്ടക്ട്, അത് അവരുടെ ആർട്ടിക്കിൾ 11(2)(b)(dr) എന്നുള്ള ഒരു ആർട്ടിക്കിൾ ലംഘിച്ചു എന്നാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ കളിക്കളത്തിൽ പെരുമാറേണ്ട മാന്യമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഫ്ലിക്കിൻ്റെ അസിസ്റ്റന്റ് മാർക്കസ് സോർഗനും ഇത്തരത്തിലുള്ള അതേ ഒരു ശിക്ഷാ നടപടി തന്നെ കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ യുവേഫയുടെ എത്തിക് ആൻഡ് ഡിസിപ്ലിനറി ബോഡി മറ്റൊരു ഫൈന് കൂടി ബാഴ്സ കൊടുത്തിട്ടുണ്ട്. അത് 5250 യൂറോ ഒരു കാര്യത്തിൽ, അതായത് ഫാൻസ് ചില ഒബ്ജക്റ്റുകൾ കളിക്കളത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്. കൂടാതെ 2500 യൂറോ അത് ലൈറ്റിംഗ് ഓഫ് ഫയർ വർക്ക്സ്, ആ മത്സരത്തിൻ്റെ സമയത്ത് ഫയർ വർക്ക്സ് നടത്തിയതിന് 2500 യൂറോ വേറെയും ക്ലബിന് ഫൈൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ശിക്ഷാ നടപടികൾ ബാഴ്സയ്ക്കെതിരെ ഇപ്പോൾ യുവേഫ കൈക്കൊണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.